ലൈറ്റായിട്ട് പഴുത്ത പപ്പായയും വൻപയറും കൊണ്ട് ഒരു അടിപൊളി വറുത്തരശ്ശേരി. ഇതാ ഇങ്ങനെ പഴുത്തതായ പപ്പായ വേണം എടുക്കേണ്ടത്, കൂടുതൽ പഴുപ്പ് ആകരുത്. അപ്പം ഇതും എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു 3/4 ഗ്ലാസ് വൻപയർ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കുക. ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം, തലേ ദിവസമേ ഒന്നും വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മണിക്കൂറൊക്കെ മതി. കുതിർത്തതിന് ശേഷം ഈ വൻപയറും ഈ ലൈറ്റായിട്ട് പഴുത്ത പപ്പായയും കൊണ്ട് ഒരു അടിപൊളി എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 2 മണിക്കൂർ ഈ വൻപയർ കുതിർത്തതിന് ശേഷം 2 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുക്കറിലോട്ടിട്ട് വേവിക്കുന്നതാണ്. കുക്കർ എടുക്കുക. കുക്കറിലോട്ട് ഇതിനെ ഇട്ടിട്ട് ആവശ്യത്തിന് നികത്ത വെള്ളം ഒഴിച്ച് ഈ വൻപയറിനെ ഇത് കുക്കറിലോട്ട് മാറ്റുക. കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം നികത്ത വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടിയിട്ട്, ഈ കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളമാണ്, ഇച്ചിരി വെള്ളം മതി. വേകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇച്ചിരി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് 3-4 സീറ്റ് വേഗം അനുസരിച്ച് നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണ് പെട്ടെന്ന് വെന്തുവരുമെങ്കിൽ അതനുസരിച്ച് വേഗുന്ന ഒരു ഭാഗം 2-3 സീറ്റ്, മാക്സിമം 4 സീറ്റ് ഒക്കെ ആയിട്ട് ഓഫ് ചെയ്യണം. നമ്മുടെ വൻപയർ കുക്കറിലിട്ട് വേവിച്ചത് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ലൈറ്റായിട്ട് ഉടച്ചു കൊടുക്കണമെന്ന്. ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അതാണ് ഇങ്ങനെ ഉടയ്ക്കുമ്പം പപ്പായയുടെ കൂടെ ചേർന്ന് നല്ലപോലെ വേകുമ്പോഴാണ് ടേസ്റ്റ് വരണത്. ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അത്രയും മാത്രം മതി. കൂടുതൽ പായസ പരുവത്തിനൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല.